ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രോണിക്സിന്റെ വീഡിയോ ആണ്. നമ്മുടെ ക്രിസ്മസിന്റെ ആ ഒരു തിരക്കൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ഇലക്ട്രിക്കൽ പ്രോഡക്ട്സ് ഒക്കെ വന്നു തുടങ്ങി. അപ്പൊ ഇന്ന് പാഴ്സൽ വന്ന കുറച്ച് പ്രോഡക്ട്സ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഇതുപോലത്തെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങുവാനായിട്ട് നിങ്ങളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ഷോപ്പിന്റെ പേര് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്, പാല, കോട്ടയം ജില്ലയാണ്. ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് പാലായില് കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രോഡക്ട്സ് അയച്ചു തരണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ പ്രോഡക്ട്സ് അയച്ചു തരുന്നതായിരിക്കും. സ്ക്രീനിൽ കാണുന്ന ലാൻഡ് ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിക്കുക, വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് മാത്രം അയക്കുക. അപ്പൊ നമുക്കിന്ന് കുറച്ച് ലൈറ്റ് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് ഒരു ടോർച്ച് വിത്ത് എമർജൻസി ലൈറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് വാറണ്ടി ഇല്ലാത്തതായിട്ടാണ് കേട്ടോ. ഇതൊരു 500 റേഞ്ചിലൊക്കെ വരുന്ന പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇത് ടോർച്ച് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും, എമർജൻസി ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വന്നിരിക്കുന്നത് കുറച്ച് കമ്പ്യൂട്ടർ AC കോഡുകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ലാപ്ടോപ്പിനുള്ളതും ഡെസ്ക്ടോപ്പിനുള്ളതും രണ്ട് ടൈപ്പാണ്. അത് രണ്ട് ടൈപ്പും നമുക്ക് ഇപ്പൊ വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ഹെഡ്സെറ്റുകൾ. അതായത് നമുക്ക് ഇപ്പൊ ഫിലിപ്സിന്റെ ബ്രാൻഡഡ് ഹെഡ്സെറ്റ് അവൈലബിൾ ആണ്. ഇതൊക്കെ സെബ്രോണിക്സ്, ഇതും അത്യാവശ്യം നല്ല കമ്പനിയുടെയാണ്. സെബ്രോണിക്സിന്റെ ഹെഡ്സെറ്റും ഇത് സെബ്രോണിക്സിന്റെ തന്നെ നമുക്ക് വേറെ പല പ്രോഡക്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. ഹോം തിയേറ്റേഴ്സ്, കമ്പ്യൂട്ടർ സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ്, അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് സെബ്രോണിക്സിന്റെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ് സെബ്രോണിക്സും. അപ്പൊ അതിന്റെ ഹെഡ്സെറ്റുകൾ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇത് കൂടാതെ നമുക്ക് വില കുറഞ്ഞിട്ടുള്ള ഹെഡ്സെറ്റുകളും അവൈലബിൾ ആണ്. അപ്പം ചിലർക്ക് ഒരുപാട് വിലയുടെ ഒന്നും വേണ്ടായിരിക്കും, ഒരു മിനിമം റേറ്റിലൊക്കെ ഉള്ളത് മതിയായിരിക്കും. അപ്പൊ അതുകൂട്ട് ഹെഡ്സെറ്റുകളും നമുക്ക് ഇവിടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ വന്നിരിക്കുന്നത് മൈക്രോഫോൺ. ഇത് കേബിൾ ഉള്ള മൈക്രോഫോൺ ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കൂടെ ഇങ്ങനത്തെ 5 മീറ്റർ ലെങ്ത് ഉള്ള മൈക്ക് കേബിളും അവൈലബിൾ ആണ്. ആൻഡ് ഇതുപോലത്തെ ഒരു മൈക്കും. ഇത് നല്ല വെയിറ്റ് ഉള്ള മൈക്കാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ 1000 രൂപയിൽ താഴെയുള്ള മൈക്കുകളാണ്. അപ്പൊ ഇത് കൂടാതെ തന്നെ നമുക്ക് ഇത് ഹൗക്കൂജയുടെ ഒക്കെ മൈക്കുകൾ അവൈലബിൾ ആണ് കേട്ടോ. പല ടൈപ്പ് മൈക്കുകൾ അവൈലബിൾ ആണ്. അഹൂജ ഉണ്ട്, വേറെ കമ്പനികളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതെല്ലാം ഇങ്ങനത്തെ ഓരോ ടൈപ്പ് മൈക്കുകളാണ് വന്നിരിക്കുന്നത്. അപ്പൊ കേബിൾ ഉള്ളതുണ്ട്, കേബിൾ ഇല്ലാത്ത വയർലെസ് മൈക്കുകൾ, എല്ലാ ടൈപ്പും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇത് എമർജൻസി ലാൻഡേൺ തന്നെ ചെറിയ ടൈപ്പ് 900 mAh ബാറ്ററി വരുന്ന ചെറിയ ടൈപ്പ് എമർജൻസി ലാമ്പാണ്. അപ്പൊ ഇതും നമുക്കൊരു ടോർച്ചായിട്ടും എമർജൻസി ആയിട്ടും യൂസ് ചെയ്യാം. ഒരു ടോർച്ചിന്റെ വലിപ്പം ഇതും വരുന്നുള്ളൂ. ഇതൊക്കെ ചാർജിങ് കേബിളും ഇതിന്റെ കൂടെ തന്നെ അവൈലബിൾ ആണ്. പിന്നെ ഈ റിമോട്ടുകൾ കുറെ വന്നിട്ടുണ്ട്. ഈ ഒരു റിമോട്ട് എന്ന് പറയുന്നത് നമ്മുടെ USB പാനലിന്റെ റിമോട്ടാണ്. അതായത് നമുക്ക് ഇങ്ങനെ സെറ്റയിലൊക്കെ പിടിപ്പിക്കാനുള്ള USB പാനൽ ഉണ്ടല്ലോ, ഡിസ്പ്ലേയോട് കൂടി വരുന്ന USB പാനൽ. ഈ ടൈപ്പ് ഇതിന്റെ റിമോട്ടാണ് ഇത്. അപ്പൊ നമുക്ക് അതും ഇങ്ങനെ സ്പെയർ ആയിട്ട് റിമോട്ട് കിട്ടും. അപ്പൊ നമുക്കിവിടെ ഒരുപാട് സൈസ് റിമോട്ടുകൾ അവൈലബിൾ ആണ്. അപ്പം നേരത്തെ തൊട്ട് വീഡിയോ കാണുന്നവർക്ക് അതറിയാം, പുതിയതായിട്ട് കാണുന്നവരുടെ അറിവിലേക്ക് പറയുവാണ്. ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് റിമോട്ടുകളും നമുക്ക് ഇവിടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ റിമോട്ട് വാങ്ങാൻ വരുമ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ പഴയ റിമോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വരിക. കാരണം ഓരോ ഇപ്പൊ ടിവിയുടെ ആണെങ്കിലും കേബിളിന്റെ ആണെങ്കിലും എന്തിന്റെ ആണെങ്കിലും പല മോഡലിനും പല റിമോട്ടുകളായിരിക്കും. അപ്പൊ അത് കൺഫ്യൂഷൻ വരാതെ ഇരിക്കാനായിട്ട് ഒന്നുകിൽ റിമോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ റിമോട്ടിന്റെ ഫോട്ടോ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് പാനസോണിക് LED ടിവിയുടെ റിമോട്ട് കുറെ വന്നിട്ടുണ്ട്, ഈ ടൈപ്പ്. പിന്നെ ഇന്ന് വന്നിരിക്കുന്നത് ഇതൊരു ടിവിയുടെ റിമോട്ടാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പല സെറ്റിനും മാച്ച് ആവുന്ന തരം റിമോട്ടുകളാണ് കേട്ടോ. പിന്നെ വേറൊരെണ്ണം ന്യൂ ബുഷ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ പല ടിവികൾക്കും മാച്ച് ആവുന്ന റിമോട്ടാണ്. അതുപോലെ തന്നെ ഹയറിന്റെ റിമോട്ട്. ഹയറിനൊക്കെ ഒരുപാട് മോഡൽസ് റിമോട്ടുകൾ വരുന്നുണ്ട്. ഇപ്പൊ ഹയറിനൊക്കെ ഒരുപാട് മോഡൽസ് റിമോട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പഴയ റിമോട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് റിമോട്ട് ഏതാണെന്ന് അറിയുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നോക്കി എടുക്കാനായിട്ട് എളുപ്പം വരും. പിന്നെ ഇത് വന്നിരിക്കുന്നത് USB ഡോങ്കിളാണ്. അതായത് USB ഇല്ലാത്ത സെറ്റിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡോങ്കിളാണിത്. ഇത് വിത്ത് ഓക്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഇതിന്റെ കൂടെ ഓക്സ് കേബിളും കൂടെ ഉണ്ട്. പിന്നെ ഇത് ഓക്സ് ഇല്ലാത്ത ഇത് കൂട്ട് ഡോങ്കിളും അവൈലബിൾ ആണ്.
രണ്ടും 200 രൂപ താഴെയാണ് റേറ്റ് വരുന്നുള്ളൂ. പിന്നെ ഇത് സോൾഡറിങ് അയണിന്റെ ബിറ്റാണ്. ഇപ്പം നമുക്ക് ഓൾറെഡി സോൾഡറിങ് അയണിൽ ഒരു ബിറ്റ് കാണും. നമുക്ക് അത് മാറ്റിയിട്ട് ചെറിയ ടിപ്പുള്ള, ഇപ്പം ചെറിയ ടിപ്പുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്യുന്നവർക്ക് ചെറിയ ടിപ്പ് വേണമായിരിക്കും അല്ലേ. അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇപ്പം എന്തെങ്കിലും ബോർഡേലൊക്കെ സോൾഡർ ചെയ്യാനാണെങ്കിൽ ചെറിയ ടിപ്പ് ആവശ്യമുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ എക്സ്ട്രാ ചെറിയ ബിറ്റ് വരുന്നുണ്ട്. ഇത് നമ്മുടെ ഓൾറെഡി ഉള്ള സോൾഡറിങ് അയണിന്റെ അത് ഊരിയിട്ട് ഇത് നമുക്ക് അകത്തേലോട്ട് ഇടാനായിട്ട് പറ്റും. അപ്പോൾ സോൾഡറിങ് അയൺ ആണെങ്കിൽ നമുക്ക് 25 വാട്ട് തൊട്ട് 60 വാട്ട് വരെയുള്ള സോൾഡറിങ് അയൺസ് ഇവിടെ അവൈലബിൾ ആണ്. അതും സോൾഡറിങ്ങിന് വേണ്ട മറ്റ് ആക്സസറീസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഇത് വന്നിരിക്കുന്നത് മൊബൈൽ ചാർജറാണ്. ഇതും സെബ്രോണിക്സിന്റെ ആണ് വന്നിരിക്കുന്നത് മൊബൈൽ ചാർജർ. 12 വാട്ടിന്റെയാണ് സി ടൈപ്പ് മൊബൈൽ ചാർജർ വന്നിരിക്കുന്നത്. പിന്നെ ഇത് വന്നിരിക്കുന്നത് MI ആൻഡ്രോയിഡ് TV-യുടെ റിമോട്ടാണ്. വിത്ത് വോയിസ് ആണ് വന്നിരിക്കുന്നത്. വോയിസ് കൺട്രോൾ ഉള്ള റിമോട്ടാണ്. പിന്നെ കുറച്ച് ബാറ്ററി ടൈപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് 6 വോൾട്ട് 4.5 AH ബാറ്ററി, എമർജൻസി ലൈറ്റിനും ഇലക്ട്രോണിക് ത്രാസിനൊക്കെ വരുന്ന കൂട്ട് ബാറ്ററിയാണിത്. റീചാർജബിൾ ബാറ്ററി. ഇനി ഇത് 9 വോൾട്ട് ബാറ്ററി, ഹൈ വാട്ടിന്റെ. ഇത് ഹൈ വാട്ടിന്റെ ഉണ്ട്, അതുപോലെ തന്നെ നിപ്പോ ഉണ്ട്, പിന്നെ എവറഡി ഉണ്ട്. അങ്ങനെ പല കമ്പനികളുടെ 9 വോൾട്ട് ബാറ്ററി അവൈലബിൾ ആണ്. അപ്പൊ 9 വോൾട്ട് ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇത് മനസ്സിലാവും അല്ലേ. വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളവർക്കാണ് പെട്ടെന്ന് മനസ്സിലാവും. സ്കൂളിലെ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പിള്ളേർക്ക് ആവശ്യം വരുന്ന സാധനമാണ് 9 വോൾട്ട് ബാറ്ററി ഹൈ വാട്ടിന്റെ. പിന്നെ നമുക്ക് ഇത് മൾട്ടിമീറ്റർ ആണ്, ഡിജിറ്റൽ മൾട്ടിമീറ്റർ. ഇതൊക്കെ താരതമ്യേന വില കുറഞ്ഞിട്ടുള്ള മൾട്ടിമീറ്ററുകളാണ്. നമുക്ക് യൂഷ്വലി സാധാരണ ഒരു ഉപയോഗത്തിനൊക്കെ പറ്റിയിട്ടുള്ള മൾട്ടിമീറ്റർ, ഡിജിറ്റൽ മൾട്ടിമീറ്റർ. അപ്പൊ ഇതിന്റെ തന്നെ പല മോഡൽ മൾട്ടിമീറ്ററുകൾ അവൈലബിൾ ആണ് നമുക്ക്. ഇത് ഇങ്ങനത്തെ ക്ലാമ്പ് മീറ്ററുകളുണ്ട്. ഇതിന്റെ തന്നെ വലിപ്പമുള്ള കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ഡിജിറ്റൽ മൾട്ടിമീറ്ററുകൾ, അല്ലെങ്കിൽ പല മോഡൽ മൾട്ടിമീറ്ററുകൾ അവൈലബിൾ ആണ്. പിന്നെ ഇത് വന്നിരിക്കുന്നത് മൗസ് ആണ്, വയർലെസ് മൗസ്. അപ്പൊ വയർലെസ് മൗസും ഉണ്ട്, വയറുള്ള മൗസും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇത് വന്നിരിക്കുന്നത് 12 വോൾട്ട് 7 AH ബാറ്ററി, റീചാർജബിൾ ബാറ്ററി, അതായത് നമ്മുടെ UPS ബാറ്ററി. ഇതൊക്കെ വാറണ്ടി ഉള്ള ബാറ്ററിയാണ്, റീചാർജബിൾ ബാറ്ററികളാണ്. പിന്നെ മാക്സെല്ലിന്റെ LR44 ഇതുപോലത്തെ കുറെ ടൈപ്പ് ബട്ടൺ സെൽസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അത് ചെറുതും വലുതുമായിട്ട്. അപ്പൊ ബട്ടൺ സെൽ എന്ന് പറയുമ്പം ഇതാണെങ്കിലും ഓരോ നമ്പറിലാണ് ഇത് അവൈലബിൾ ആകുന്നത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റിന്റെ ബാറ്ററി ഏതാണെന്ന് നമുക്ക് നമ്പർ നോക്കിയാണ് വാങ്ങേണ്ടത്. കാരണം പലർക്കും അത് അറിയില്ല. കാരണം പലരും ഇങ്ങനെ വാങ്ങിക്കാൻ വരുമ്പം ഇന്ന സാധനത്തിനുള്ള ബാറ്ററി ബട്ടൺ സെല്ല്, അല്ലെങ്കിൽ ഇന്ന സാധനത്തിനുള്ള ബട്ടൺ സെല്ല് വലിപ്പം കൂടിയതാണ്, വലിപ്പം കുറഞ്ഞതാണെന്നൊക്കെ പറയും. പക്ഷേ ഇതിന്റെ റൗണ്ട് വ്യത്യാസമുണ്ട്, തിക്നെസ്സിന് വ്യത്യാസമുണ്ട്, വോൾട്ട് വ്യത്യാസമുണ്ട്, ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ബാറ്ററികളൊക്കെ വാങ്ങുമ്പം ഒന്നെങ്കിൽ നിങ്ങൾ ബാറ്ററി കൊണ്ട് പോവുക, അല്ലെങ്കിൽ ബാറ്ററിയിൽ ഒരു നമ്പർ കാണും അതിന്റെ. അപ്പൊ ആ നമ്പർ കുറിച്ചെടുത്ത് കൊണ്ടുപോവുക. അപ്പൊ വാങ്ങാനായിട്ട് എളുപ്പം വരും. പിന്നെ വന്നിരിക്കുന്നത് നമുക്ക് USB കണക്ടർ കോഡാണ്, അതായത് USB എക്സ്റ്റൻഷൻ കോഡ്. ഒരെണ്ണത്തേന്ന് നമുക്ക് USB കേബിളിന് ലെങ്ത് കുറവാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള കേബിളാണിത്. അപ്പോൾ ഒരു സൈഡിൽ മെയിലും ഒരു സൈഡ് ഫീമെയിലുമായിട്ട് വരും. അപ്പം അതിൻ്റെ 1.5 മീറ്ററും 3 മീറ്ററും അവൈലബിൾ ആണ്. ഇതുപോലെ വിവിധ തരത്തിലുള്ള ഇങ്ങനത്തെ കേബിളുകൾ നമുക്കിവിടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. HDMI കേബിള്, അതുപോലെ തന്നെ AC കോഡുകൾ, AV കോഡുകൾ, RC കോഡുകൾ, മൈക്കിൻ്റെ കേബിളുകൾ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കേബിളുകൾ അവൈലബിൾ ആണ്. ARC കേബിളുകൾ, പിന്നെ ടെലിഫോണിന്റെ വിവിധ തരത്തിലുള്ള കേബിളുകൾ, അങ്ങനെ ഒരുപാട് തരം കേബിളുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഓരോന്നിനും ഓരോ പേരൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് പേരറിയത്തില്ല എന്നുണ്ടെങ്കിൽ, കാരണം ഇപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കില്ല. അപ്പൊ പേരറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സാധനത്തിന്റെ എന്താണോ ഒന്നെങ്കിൽ ഫോട്ടോ കൊണ്ടുപോവുക. അപ്പൊ ഇവിടെയാണേലും എവിടെയാണേലും ഒന്നുകിൽ നിങ്ങൾ ഫോട്ടോ എടുത്തുകൊണ്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പഴയ പ്രോഡക്റ്റ് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ആ കാര്യത്തിലൊന്നും ആരും ഒരു നാണക്കേടും വിചാരിക്കണ്ട കേട്ടോ. കാരണം ഇതൊന്നും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയത്തില്ലല്ലോ. അപ്പൊ നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പോകുമ്പോൾ നമുക്കും നമ്മൾ ചെല്ലുന്ന ഷോപ്പിലുള്ളവർക്കും ഏറ്റവും എളുപ്പം അതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഒന്നുകിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്